സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബെറ്റി സാത്രി, പട്ടത്താനം ഗവൺമെന്റ് SNDP UPS രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു. മലയാള കവിയും സാഹിത്യകാരനും ഭാഷാ പണ്ഡിതനും വിവർത്തകനും അധ്യാപകനുമായിരുന്നു ശ്രീ തിരുനെല്ലൂർ കരുണാകരൻ. നമ്മുടെ സ്വന്തം കൊല്ലം ജില്ലയിലെ പെരിഞ്ഞാടാണ് അദ്ദേഹം ജനിച്ചത്. അരുണദശകത്തിന്റെ കവി, അധ്വാനത്തിന്റെ കവി, വിപ്ലവത്തിന്റെ കവി, അഷ്ടമുടിക്കായലിന്റെ കവി എന്നിങ്ങനെ അദ്ദേഹം അറിയപ്പെടുന്നു. പ്രതിഭാധനനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. കവിത സാധാരണക്കാരന് വേണ്ടിയാവണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതുകൊണ്ട് കർഷകരെക്കുറിച്ചും തൊഴിലാളികളെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും ചൂഷണം ചെയ്യപ്പെടുന്നവരെക്കുറിച്ചും അദ്ദേഹം എഴുതി. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കവിതകളെ ഓർക്കാതിരിക്കുവാൻ കഴിയില്ല. വളരെ മനോഹരമായതും ലളിതമായതുമായ കുറച്ച് കവിതകൾ നമുക്ക് ഈ നിമിഷത്തെ ഓർക്കാം. താമര പൊയ്കയ്ക്കടുത്തുള്ള വീട്ടിലാണു മനക്കർഷക ബാല, കൊയ്ത്തുപാട്ടിന്റെയും ഞാറ്റുപാട്ടിന്റെയും കൊച്ചൊരു കാനനച്ചോല, അത്തരിങ്കൂവള കൺകളിലുണ്ടൊരു പൊൻകിനാവിൻ നിഴലാട്ടം, ചെന്തളിർ ചുണ്ടിലുണ്ടെപ്പോഴും നേരിയ പുഞ്ചിരി തഞ്ഞൊളി നോട്ടം എന്ന് ഒരു നാടൻ സന്ദേശത്തിൽ എഴുതിയ കവി. തരിശു നിലങ്ങളിലേക്ക് വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ, എരിയും വേലനിനറുതിയിലണിയും കരിമുകിൽ പോലെ വേലക്കാർ, അവരുടെ മിഴിയിൽ മിന്നൽ പിണരുകളകമേത്തെളിന് കുളിരുകളും, തളരാതുയരും കൈകളിലുണ്ടേഴകായി വിളയും വിത്തുകളും, ഇടിവാളുകളായി കുളിരായി അഴകായി അടിപതരാത്തൊരദൃശ്യതയായി തരിശു നിലങ്ങളിലേക്ക് വരുന്നു കരുതിയിറങ്ങിയ വേലക്കാർ എന്ന് തരിശു നിലങ്ങളിലേക്ക് എന്ന കവിതയിൽ എഴുതിയ കവി. നീലകണ്ഠൻ ഭുജംഗമാ കങ്കണം നീക്കി നീട്ടിയ കൈ പിടിച്ചങ്ങനെ, പാർവതി ദേവി ലീലാഗിരിക്കുമേ പാദചാരേണ പോകുന്നുവെങ്കിലോ എന്ന് മേഘ സന്ദേശത്തിൽ എഴുതിയ കവി. ദൂരെ ദൂരെ കിഴക്കു നിന്നെത്തും വാരിതങ്ങൾ ചിതറി നീങ്ങുന്നു, വെള്ളി തന്നീർത്ത കമ്പികൾ പോലെ മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു എന്ന് മഴ ചാറുമ്പോൾ എന്ന കവിതയിൽ എഴുതിയ കവി. വെള്ളം തെറിപ്പിച്ചു തുള്ളിക്കളിച്ചിടും ചെല്ലത്തിരാകളെ നോക്കി, ചെമ്പനീർ പൂവുകൾ തുന്നിയ പൂന്തുകൾ തുമ്പുകൾ മന്ദമൊതുക്കി എന്ന് റാണിയിൽ എഴുതിയ കവി. എല്ലാവർക്കും സുപരിചിതമായ എൻ്റെ അമ്മ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഒരുപാട് തവണ പാടിത്തന്ന കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ ഒരു ഗാനം. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പേരുതിപ്പോൾ, ആരോമൽ തോണിയിൽ എൻ്റെ ജീവന്റെ ജീവനിരിപ്പു, കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പേരുതിപ്പോൾ, ആരോമൽ തോണിയിൽ എൻ്റെ ജീവന്റെ ജീവനിരിപ്പു, നീലത്തിരമാലകൾ മേലെ നീ
സ്നേഹത്തിൻ മുന്തിരി നീരും സ്നേഹത്തിൻ മുന്തിരി നീരും ദേഹത്തിൻ ചൂടും നൽകും കാറ്റേ നീ വീശരുതിപ്പോൾ കാറേ നീ പേരുതിപ്പോൾ ആരോമൽ തോണിയിൽ എൻ്റെ ജീവനിരിപ്പു എന്നെഴുതിയ കവി അദ്ദേഹത്തിന്റെ പാതാരവിന്ദങ്ങളെ ഒരു പിടി അക്ഷരപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നവോദയയുടെ കത്ത് എന്ന കവിത ഞാൻ ചൊല്ലാം. എന്തുകൊണ്ടോ വിരലു വിറയ്ക്കയാൽ ചന്തമില്ലാത്തതാണു കൈയക്ഷരം ഉള്ളിലുള്ളവയെല്ലാം പകർത്തുവാനുള്ള മോഹവും തോറ്റു തുല്ലിട്ടുപോയി നാണമാകും എനിക്കുള്ളിലിപ്പോഴും ഞാൻ എഴുത്തിൽ വിളിക്കേണ്ടതെന്തുവാൻ ലജ്ജ തന്നീർത്ത കഞ്ചുകം നീക്കിനാൻ സജ്ജമായില്ലി ദേവരെ കൈവിരൽ നീറുമെന്റെ കരളിൽ പുതുമഴ ചാറിടുന്നതാണങ്ങ തൻ കത്തുകൾ ആത്മനിർവൃതി കിട്ടുമെനിക്കു രണ്ടാഴ്ച കൂടുമ്പോഴങ്ങനൊരു ദിനം ദൂരെയോമൽ കിനാവിന്റെ ചില്ലയിൽ താഴിടുന്നൊരീ ചുംബനമെന്നിയെ രോമഹർഷങ്ങളാലെ പൊതിഞ്ഞിടും ഓമനെ വിളിക്കെന്തു ഞാൻ നൽകുവാൻ അമ്മ വന്നു പറയും അവരുടെ പൊന്മകന്റെ എഴുത്തു വായിക്കുവാൻ കള്ളിയാണു ഞാൻ നാണത്തിനാൽ തൊലി പൊള്ളിടാത്തതേ വായിക്കയുള്ളിവൾ 10 നാളുകളൊപ്പം കഴിയുവാനൊത്തുവോ നാം വിവാഹിതരെങ്കിലും മാലയിട്ടതിന് ശേഷം സുദീർഘമാം മാസമെന്നേക്ക് 3ഓളമായിരേ ഇപ്പോഴാണോ ഒരവസരം കണ്ടത് ശക്തമാമൊരി തൈമുല്ല പൂവിടാൻ ആരു കാണുവാൻ വേണ്ടി ഞാൻ ചൂടണം മാരണമ്പായി ചമഞ്ഞൊരീ പൂവുകൾ എന്തു വല്ലാത്ത പൂനിലാവെൻ കരൾ വിന്തു നീറുകയാണിതിൻ ജ്വാലയിൽ ദൂരെ വാഴുന്ന മറ്റുള്ളവരെയും ക്രൂരചന്ദ്രിക ബുദ്ധിമുട്ടിക്കുമോ വേദനയുടെ കല്ലിൻ പുറങ്ങളിൽ വീണു ചിന്നിത്തകർന്ന കിനാവുമായി പാതിരാവിലുറക്കം വരാതെ ഞാൻ പായിലൊറ്റയ്ക്കെഴുന്നേറ്റിരിക്കവേ പിഞ്ചു കുഞ്ഞിനെ തോളിലിട്ടന്തിൽ പുഞ്ചിരിയുമായി നിൽക്കും വിലാസിനി വേല തീർന്നു വരുന്ന ഭർത്താവിനെ വേലിയോളവും ചെന്നതീരേൽക്കവേ ശൂന്യമാകും പടിക്കലേക്കാരെയും കാണുവാനല്ല നോക്കി നിൽക്കുന്നു ഞാൻ മണ്ടി തന്നെ ഞാനല്ലെങ്കിലെന്തിനീ മന്ദഭാഗ്യം അസൂയാലുവാകണം അങ്ങയെ കാത്തു കാത്തു വസിക്കുകയാണമ്മ വല്ല വിധത്തിലും എത്തണേ അങ്ങയെ കാത്തു കാത്തു വസിക്കുകയാണമ്മ വല്ല വിധത്തിലും എത്തണേ ആവതൂമൻ കടിഞ്ഞോൾ പ്രതീക്ഷകൾ പൂവണിയുമെന്നാശിച്ചിടട്ടെ